In this section, we will study about ionospheric abnormalities. Uh, these are the abnormalities seen in ionosphere. Ionospheric കാണുന്ന ചില അബ്നോർമാലിറ്റീസിന് വിളിക്കുന്ന ഒരു കോമൺ പേരാണ് ionospheric abnormalities. Normally, we expect ionosphere to behave in a fixed pattern or fixed way. ബട്ട് അണ്ടർ സം കണ്ടീഷൻ ഇറ്റ് ഡസ് നോട്ട് ബിഹേവ് ലൈക്ക് വി വാണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പലപ്പോഴും അയനോസ്ഫിയർ പ്രവർത്തിക്കില്ല, അല്ലെ അത് ആക്ട് ചെയ്യില്ല. അതിനുള്ള പ്രധാന കാരണം അയനോസ്ഫിയറിലുള്ള ചില അബ്നോർമാലിറ്റീസ് കാരണം. ഈ അബ്നോർമാലിറ്റീസിനെ ഫുള്ള് നമുക്ക് അയനോസ്ഫിയറിക് അബ്നോർമാലിറ്റീസ് എന്ന് വിളിക്കാം. അനേകം അബ്നോർമാലിറ്റീസ് ഉണ്ട് അയനോസ്ഫിയറിൽ. അതിൽ കുറച്ച് നമുക്ക് സാമ്പിളായിട്ട് പഠിക്കാം. സോ അതിൽ കുറച്ച് എക്സാമ്പിളാണ് സഡൻ അയനോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. അതിനെ SID എന്ന് ഷോർട്ട് ഫോമായിട്ട് നമുക്ക് വിളിക്കാം, സഡൻ അയനോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. ഇത് കുറച്ച് സാമ്പിൾ മാത്രമേ ഉള്ളൂ. ഇത്തരം കുറേ എഫക്റ്റുകളുണ്ട്, കുറേ അബ്നോർമാലിറ്റീസ് ഉണ്ട്. അതിൽ കുറച്ചാണ് സഡൻ അയനോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്, ദെൻ അയനോസ്ഫിയറിക് സ്റ്റോംസ്, ദെൻ സൺ സ്പോട്ട് സൈക്കിൾ, ടൈഡ്സ് ആൻഡ് വിൻഡ്സ് ഇൻ അയനോസ്ഫിയർ, ഫെയ്ഡിങ്, വിസിലേഴ്സ്, അയനോസ്ഫിയറിക് ക്രോസ് മോഡുലേഷൻസ്, അതുപോലെ തന്നെ മാൻമെയ്ഡ് നോയ്സസ് കാരണവും അയനോസ്ഫിയറിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അയനോസ്ഫിയർ പ്രവർത്തിക്കില്ല. സോ നമുക്കിതിൽ ഓരോന്നും നോക്കാം. ആദ്യം തന്നെ സഡൻ അയനോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്. ഇതിനെ സിംപ്ലി SID എന്ന് വിളിക്കാം. ദ ഫിനോമിന ഓഫ് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഈസ് കോൾഡ് സഡൻ അയനോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആകുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സഡൻ അയനോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. It may be noted that during this sudden ionospheric disturbance, very low frequency propagation ഇച്ചിരി ഇമ്പ്രൂവ് ആവും. അതിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ബാക്കി പല കാര്യങ്ങൾക്ക് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും VLF റേഞ്ചിൽ നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. സോ ഈ സഡൻ അയനോസ്ഫിയറിക് ഡിസ്റ്റർബൻസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ റേഡിയേഷൻ ഓഫ് ഇൻറ്റൻസീവ് അൾട്രാവയലറ്റ് ലൈറ്റ് ഫ്രം സോളാർ ഫ്ലെയിംസ് which penetrate to upper ionosphere and cause very strong increase in ionization in D region. ഇതാണ് എന്തിന് കാരണം? SIDക്ക് കാരണം. സോ അതിൻ്റെ കോസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് കേസ് അയനോസ്ഫിയറിക് സ്റ്റോമാണ്. ദേ ആർ നത്തിങ് ബട്ട് ഡിസ്റ്റർബൻസ് ഇൻ അയനോസ്ഫിയർ which are correlated with the rapid and exclusive fluctuations associated with the magnetic storms. ഇനി ഇത് കാരണമുള്ള എഫക്റ്റും കൂടി നമ്മൾ മനസ്സിലാക്കണം. അയനോസ്ഫിയറിക് സ്റ്റോം കാരണമുള്ള ഒരു എഫക്റ്റാണ്. ദ എഫക്റ്റ് ഓഫ് അയനോസ്ഫിയറിക് സ്റ്റോം ഓൺ ദ ഷോർട്ട് വേവ് റേഡിയോ ട്രാൻസ്മിഷൻ ഈസ് ടു നാരോ ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. സോ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ ഒരു നാരോയിങ് ആക്കും, അത് റെഡ്യൂസ് ചെയ്യും. ആര് കാരണം? അയനോസ്ഫിയറിക് സ്റ്റോം കാരണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അബ്നോർമാലിറ്റിയാണ് ടൈഡും അതുപോലെ തന്നെ വിൻഡ് ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിനകത്ത് കുറച്ച് ടൈഡൽ എഫക്റ്റും അതുപോലെ വിൻഡും കാര്യങ്ങളുടെയൊക്കെ എഫക്റ്റ് ഉണ്ട്. അറ്റ്മോസ്ഫിയർ ആക്ച്വലി വിൽ എക്സ്പീരിയൻസ് ടൈഡ് പുൾ ഫ്രം സൺ ആൻഡ് മൂൺ. ബോത്ത് സണ്ണിൽ നിന്നും അതുപോലെ മൂണിൽ നിന്നും ടൈഡ് പുള്ള് എക്സ്പീരിയൻസ് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയർ എക്സ്പീരിയൻസ് ചെയ്യും. സോ സോളാർ ടൈഡാണ് ഈ മൂണിൻ്റെ ടൈഡിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നല്ല എഫക്റ്റ് കൂടുതൽ ഉണ്ടാകുന്നത്. Solar tidal effect are more amplified as period of oscillation of atmosphere coincide with the solar tidal period of 12 hours. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂണാർ ടൈഡലും ഉണ്ട്, അത് ഡിറ്റക്റ്റബിൾ ആണ്. ലൂണാർ ടൈഡൽ ഓൾസോ ഡിറ്റക്റ്റബിൾ. ഈ ടൈഡൽ എഫക്റ്റ് കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വിൻഡും അവൈലബിൾ ആണ്. വിൻഡ് ഈസ് ഓൾസോ ഇൻ അയനോസ്ഫിയർ കോസസ് ബൈ ടൈഡ്സ്. സോ ഈ ടൈഡും വിൻഡും എല്ലാം എന്താണ്? ഒരു അബ്നോർമാലിറ്റിയാണ്. നോർമൽ ബിഹേവിയർ ഓഫ് അയനോസ്ഫിയറിന് ഉള്ള ഒരു അബ്നോർമാലിറ്റിയുടെ കാരണക്കാരാണ് ഇവരെല്ലാവരും. ഓക്കെ, സോ അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു അബ്നോർമാലിറ്റി ഓഫ് അയനോസ്ഫിയർ എന്നത് ഫെയ്ഡിങ് ആണ്. ഫെയ്ഡിങ് കാരണം ചില അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം, അല്ലേ? ഫെയ്ഡിങ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇറ്റ് ഈസ് ദ ഫ്ലക്ച്വേഷൻ ഇൻ ദ റിസീവ്ഡ് സിഗ്നൽ സ്ട്രെങ്ത് അറ്റ് ദ റിസീവർ ഓർ റാൻഡം വേരിയേഷൻ ഇൻ ദ റിസീവ്ഡ് സിഗ്നൽ ഈസ് നോൺ ആസ് ഫെയ്ഡിങ്. എന്താണ് ഫെയ്ഡിങ്? റിസീവർ സൈഡിൽ ആ റിസീവ് ചെയ്ത സിഗ്നലിന് ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻ, ആ സിഗ്നലിൻ്റെ സ്ട്രെങ്തിന് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനെയോ അല്ലെങ്കിൽ റാൻഡം വേരിയേഷൻ ഇൻ ദ റിസീവ്ഡ് സിഗ്നലിനെയോ നമുക്ക് എന്ത് വിളിക്കാം? ഫെയ്ഡിങ് എന്ന് വിളിക്കാം. ഫെയ്ഡിങ് വിളിക്കാം. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഫെയ്ഡിങ് ഏതൊക്കെ തരം ഉണ്ടെന്ന്. സെലക്റ്റീവ് ഫെയ്ഡിങ് ഉണ്ട്, ഇൻ്റർഫറൻസ് ഫെയ്ഡിങ് ഉണ്ട്, അബ്സോർപ്ഷൻ ഫെയ്ഡിങ് ഉണ്ട്, അതുപോലെ സ്കിപ്പ് ഫെയ്ഡിങ്, പോളറൈസേഷൻ ഫെയ്ഡിങ്, അങ്ങനെ
പല പല ഫെയ്ഡിങ്ങുകളും അവൈലബിൾ ആണ്. ഇനി മറ്റൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പല കാരണങ്ങളുണ്ട് അയനോസ്ഫിയറിക് അബ്നോർമാലിറ്റീസ് ലൈക്ക് വിസിൽസ്, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. മറ്റൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ മാൻമെയ്ഡ് നോയ്സസ് കാരണം, മാൻമെയ്ഡ് ആയിട്ടുള്ള നോയ്സസ് കാരണം. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ നോയ്സ് ഓഫ് ദ ഡിവൈസ് വി മെയ്ഡ്. നമ്മൾ മനുഷ്യന്മാർ നിർമ്മിച്ച് വിട്ട ഈ ട്രാൻസ്മിഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ മനുഷ്യന്മാർ നിർമ്മിച്ച ഡിവൈസുകളുടെ അല്ലെങ്കിൽ ആ ഡിവൈസുകൾക്കുള്ള നോയ്സ് കാരണവും എന്തുണ്ടാകാം, അയനോസ്ഫിയറിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാകും. ഓക്കെ.